എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പതിവായി എല്ലായിടത്തും കേൾക്കുന്ന ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്നത്. ഈ ഒരു വാക്ക് ഒരു തവണയെങ്കിലും കേൾക്കാത്തതായി ആരും ഈ ലോകത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നതിനെപ്പറ്റി വളരെയധികം വിശദീകരിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല. കാരണം എല്ലാ ആളുകൾക്കും അത് അറിവുള്ളതാണ്. പക്ഷേ പലരും പതിവായി പറയാറുള്ള ഒരു പരാതിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് വർക്കാവുന്നില്ല എന്ന്. ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ സ്ഥിരമായി പതിവായി ചെയ്യാറുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കും കാരണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാത്തതിനുള്ള 5 കാരണങ്ങളാണ്, പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ കൂടി അറിഞ്ഞ് അതനുസരിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും എല്ലാവർക്കും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എനിക്കും ഈ ചാനലിനും ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജീവിതം ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എന്നിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള കഴിവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പോസിറ്റീവായി ഞാൻ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായ അനുഭവങ്ങളായിരിക്കും എന്നിലേക്ക് എത്തിച്ചേരുക. നെഗറ്റീവായ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവായ അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാന തത്വം. എന്നിരുന്നാലും ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്, ഈ നിയമം അനുസരിച്ച് അതിനു വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട്, നന്നായി പ്രയത്നിക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ അനുഭവങ്ങൾ കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? ഇതിന് കാരണങ്ങളായി ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മളിൽ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നതിനെ എതിർക്കുന്ന നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള 5 ശക്തികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഞാൻ ആകർഷണ നിയമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നെ അതിനെ എതിർക്കുന്ന ചില ശക്തികളുണ്ട് എന്നുള്ളതാണ്. ആ എതിർക്കുന്ന ശക്തികൾ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ എതിർക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നുണ്ടാവാം. എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൽ ഞാൻ തന്നെ തടസ്സമാവുന്ന ഒരു അവസ്ഥ. ഇത് പണത്തിൻ്റെ കാര്യത്തിലായാലും ബിസിനസ്സിൻ്റെ കാര്യത്തിലായാലും ജോലി സംബന്ധമായ കാര്യത്തിലായാലും നല്ല ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും എൻ്റെ ഉള്ളിൽ തന്നെ ലോ ഓഫ് അട്രാക്ഷന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായി ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് നമ്മളുടെ മനസ്സ് നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ ഹൃദയം കൂടെയില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ മനസ്സുകൊണ്ട് ചിലത് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വേണമെന്ന തീവ്രമായ ആഗ്രഹമില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ചില പ്രത്യേക ഘടകങ്ങളാണ് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നർത്ഥം. പല പല വികാരങ്ങളാണ് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, നിരാശയായിരിക്കാം, ഭയമായിരിക്കാം, അതുമല്ലെങ്കിൽ അസൂയയായിരിക്കാം. എന്തായാലും ഇങ്ങനെ ചില കാര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് ആഗ്രഹിക്കുന്നത് ഹൃദയമല്ല, മനസ്സാണ് എന്നുള്ളതാണ്. എൻ്റെ ജോലി സ്ഥലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടാകുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ ആ ജോലിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ അവിടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്?
അത് മറ്റൊന്നുമല്ലല്ലോ, അസൂയല്ലേ. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഒരു മാറ്റം ആഗ്രഹിച്ച് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷേ നമ്മുടെ ഹൃദയം അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം എനിക്കതിന് അർഹതയുണ്ട് എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ജോലി മാറണം എന്ന ആഗ്രഹം എൻ്റെ മനസ്സ് മാത്രമാണ് ഏറ്റെടുത്തിട്ടുള്ളത്, ഹൃദയം ഏറ്റെടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തീവ്രമായ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എനിക്കിതിന് അർഹതയുണ്ട് എന്ന് നമ്മുടെ ഹൃദയത്തെ ബോധിപ്പിക്കാൻ സാധിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹമുണ്ടല്ലോ, ഒരു വികാരമുണ്ടല്ലോ. തിരിച്ച് എനിക്ക് ഒന്നും ലഭിക്കേണ്ട കാര്യമില്ല, ഞാൻ മറ്റൊന്നിനും വേണ്ടിയല്ല ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, എൻ്റെ കുഞ്ഞായതുകൊണ്ട് മാത്രം ഞാൻ സ്നേഹിക്കുകയാണ് എന്ന ഫീലിങ്സിലാണ് ആ അമ്മ പലതും കുഞ്ഞിനു വേണ്ടി ചെയ്യുന്നത്. ശരിയല്ലേ? അതാണ് ശരിക്കും ഹൃദയത്തിൻ്റെ ഭാഷ, അത് മനസ്സല്ല. അപ്പോൾ നിങ്ങൾ സ്വയം വിശകലനം ചെയ്യുക, നിങ്ങൾ ഓരോന്ന് ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ടാണോ അതോ ഹൃദയം കൊണ്ടാണോ എന്ന്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാതിരിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനായി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിശ്വാസക്കുറവും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകുന്നു, ചില സംശയങ്ങൾ ഉണ്ടാകുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പില്ലായ്മയുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ആ സംശയങ്ങളുടെ നിഴലിലാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വളമിട്ട് കൊടുക്കുന്നത് എന്നർത്ഥം. അതാണ് പ്രശ്നവും. മനസ്സിലാക്കുക, വിശ്വാസമാണ് ചിന്തകൾക്ക് ശക്തി പകർന്നു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നണം, അല്ലെങ്കിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം നിങ്ങൾക്കത് സാധിക്കുമെന്ന്. ഞാൻ അതിന് അർഹനാണ്, എനിക്കതിന് അർഹതയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കണം. അതിനു പകരം അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംശയം വെച്ച് പുലർത്തേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഉറച്ച് വിശ്വസിക്കുക, എനിക്കത് സാധിക്കുമെന്ന്. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഫീൽ എന്ന് പറയുന്നത് എനിക്കത് സാധിച്ചു എന്ന ഫീലിങ്സ് ആയിരിക്കും. അതിപ്പോൾ എന്തുമാവാം, ഒരു വീടാവാം, കാറാവാം, ഇഷ്ടപ്പെട്ട ജോലിയാവാം, ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയാവാം, അങ്ങനെ എന്തുമായിക്കോട്ടെ. പക്ഷേ നിങ്ങളത് തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫീലിങ്സ് ഉണ്ടാവും, നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ശരിക്കും നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത് നിങ്ങളുടേതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം, നിങ്ങൾ പലതും ആഗ്രഹിക്കുന്നു പക്ഷേ അതിനായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾസ് ഒക്കെ അറിയാം. ഇപ്പോൾ 100 കണക്കിന് ടൂൾസുകളുണ്ടല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, വിഷ്വലൈസേഷൻ, അഫർമേഷൻസ്, 369 മെത്തേഡ്, അങ്ങനെ 100 കണക്കിന് മെത്തേഡുകളുണ്ട്. അതൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം, പക്ഷേ ഞാനതൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇട്ടിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ ഞാൻ ദിവസവും കാണും, ധാരാളം ബുക്കുകൾ വായിക്കും, പക്ഷേ ഞാനൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. ഒന്നും മനസ്സിലാക്കുക, അറിഞ്ഞതുകൊണ്ട് മാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അറിഞ്ഞത് പ്രാവർത്തികമാക്കിയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാൾ സ്ഥിരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ലോട്ടറി അടിക്കണേ, എനിക്ക് ലോട്ടറി അടിക്കണമേ എന്ന്. ഇതിങ്ങനെ വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഗതികെട്ടപ്പോൾ ദൈവം അയാളോട് പറഞ്ഞു, അല്ലയോ വിഡ്ഢി, നീ ആദ്യം പോയി ഒരു ലോട്ടറി എങ്കിലും എടുക്ക്, എന്നിട്ട് ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. എന്ന് വെച്ചാൽ ഒരു ലോട്ടറി പോലും എടുക്കാതെയാണ് ഇത്രയും വർഷങ്ങളായി ലോട്ടറി അടിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എന്നാണ് അർത്ഥം. അവസാനം ദൈവം പറഞ്ഞു പോലും, ലോട്ടറി എടുക്കാത്ത ഒരാൾക്ക് ലോട്ടറി അടിപ്പിക്കാനുള്ള സിദ്ധിയൊന്നും എൻ്റെ കൈവശമില്ല എന്ന്. ഇതൊരു തമാശ കഥയാണെങ്കിലും ഇതിലും ഒരുപാട് അർത്ഥമുണ്ട് എന്നുള്ളതാണ്. ഇനി ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാത്തതിൻ്റെ നാലാമത്തെ കാരണം, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു നടപടി പോലും എടുക്കുന്നില്ല എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മനസ്സിന് ഒരുപാട് ഇന്ധനം കൊടുക്കുന്നുണ്ട്, പക്ഷേ ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അതിനായി ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പാഠപുസ്തകം കൈകൊണ്ട് തൊടില്ല.
പഠിക്കാൻ തയ്യാറാവുന്നില്ല, മടിയാണ്, ഏതു സമയവും ഉറക്കമാണ്. ബാക്കിയുള്ള കുറച്ച് സമയം സോഷ്യൽ മീഡിയയിലും ചാറ്റിങ്ങിലുമാണ്. പിന്നെന്ത് ചെയ്യും? നല്ല ജോലി ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനായി ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിലേക്കും ഒരു അപേക്ഷ പോലും അയക്കില്ല, ഇൻ്റർവ്യൂവിന് പോലും പങ്കെടുക്കില്ല. അപ്പോൾ പിന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് വർക്കാവാത്തതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബിസിനസ് മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബിസിനസ്സിൽ യാതൊരു മാറ്റവും വരുത്താൻ തയ്യാറാവുന്നില്ല, അതിനെപ്പറ്റി മനസ്സിലാക്കാനോ പഠിക്കാനോ തയ്യാറാവുന്നില്ല. നിലവിൽ ഉള്ള അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവുമോ? ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിച്ച ആളുടെ കഥ ഇവിടെയും നന്നായി യോജിക്കും. അവസാനത്തെയും 5-മത്തെയും പോയിന്റ് ഹാപ്പി ബട്ട് നോട്ട് ഗ്രേറ്റ്ഫുൾ എന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തോന്നുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാവുന്നു, പക്ഷേ മനസ്സിൽ നന്ദി തോന്നുന്നില്ല. മാത്രവുമല്ല, നിലവിൽ ഉള്ളതിലും ഗ്രേറ്റ്ഫുൾ അല്ല എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ നന്ദി ഉണ്ടാവേണ്ട പലതുമുണ്ട്. അതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ തിയറി അനുസരിച്ച് തന്നെയാണ്, അത് അറിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെയായെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ ഞാനത് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുന്നു. മാത്രവുമല്ല, ഉള്ളതിനെ മറന്ന് ഇല്ലാത്തതിൻ്റെ പുറകെ പോവുകയും ഇല്ലാത്തതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ പരിതപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഇല്ലായ്മ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ സ്വാഭാവികമായും ലോ ഓഫ് അട്രാക്ഷൻ നടക്കാതെ വരുന്നു. അതുകൊണ്ട് എത്ര ചെറുതാണെങ്കിലും ഉള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ച് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. കാരണം നിങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാതെ തടസ്സം നിന്നിരുന്ന 5 കാര്യങ്ങളെ നിങ്ങൾ തിരുത്തിയിരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യവും നിങ്ങൾക്ക് തടസ്സമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പ്രാവർത്തികമാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അനായാസമായി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.